സോ ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സാർ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന സ്കൂൾ OBS എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പം വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അവൻ്റെ എല്ലാം അടിച്ചാൽ പൊട്ടിച്ചേരെ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കളിക്കാൻ തുടങ്ങാം. പ്ലേ നോക്കാം. അത് ഈസി മതി അല്ലേ? ഈസി ആണോ ഹാർഡ് വേണം? ഈസി മതി. ആ നല്ലത്, കാരണം നമ്മളിതുവരെ കളിച്ചിട്ടില്ല ഈ ഗെയിം. നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. ഇതെന്തോ? ഓ, നമ്മളിവിടെ കൊണ്ടുവരണം. എന്നിട്ട് ചാടി പോകണം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഡ്രോപ്പ് ചെയ്യുന്നേ എങ്ങനെ? മൗസ് അനക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിൽക്ക് ഡ്രോപ്പ് ചെയ്യുന്ന എങ്ങനെയാ? അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. നമുക്ക് ഇങ്ങോട്ടല്ല, ഒന്നുകൂടെ നിൽക്കണം. നമുക്ക് ശകലം കൊണ്ട് നീക്കി ഇങ്ങോട്ടിടാം. എന്നിട്ട് ഒരു ബെഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ചാടണം തോന്നുന്നു. ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കാം. അതെന്താ പരിപാടി? ഇവിടെ നിന്ന് കയറാൻ പാടാം. സമനം കയറിപ്പോയി. നമുക്കും കയറാമല്ലോ. അത് കൊള്ളാമല്ലോ. എന്താ ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ഓക്കെ. ഓ ഗൈസ്, നമ്മൾ കയറി. എൻ്റെ മോനെ, എന്തോ റോബക്സ് എടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്തോ? ഇതൊക്കെ റോബക്സ് എടുക്കണം ഗൈസ്. എൻ്റെ പാടെ 2 ഉള്ളു. എന്തോ പാർക്കർ പോലാണ്. ചത്തിരിക്കുകയാണ് ഗൈസ്. ഒന്ന് ട്രൈ ചെയ്തോ. അയ്യോ, 1 2. ഓ, കിട്ടി. ഓ, ഇനി നേരെ കിടന്നോണം. ഇതെളുപ്പം, സിമ്പിൾ. നമ്മൾ രണ്ടാമത്തെ കിടന്നിരിക്കുകയാണ്. 3 4. അയ്യോ, നമ്മളടുത്ത കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏണി എളുപ്പമാണ്. ഓ, കുറേ ആൾക്കാരൊക്കെ ആണ്. ചെക്ക് പോയിൻ്റ് ആണോ? ഓ, ചെക്ക് പോയിൻ്റ്. ഇതെന്തോ അതിൻ്റെ ചെക്ക് പോയിൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ കളർ മാറിയത്? എന്തോ ഇതിൻ്റെ വലിയൊരു ശബ്ദം, ഊള ശബ്ദം. നീ എന്തോ സംഭവം? അയ്യോ, ചത്തു. ഇനി സംഭവം എന്തോ? നമ്മളിവിടെ ആണല്ലോ സോണായത്. മണ്ടയ്ക്കോട്ടല്ലോ വരാം ഇതിലേ കൂടെ. തറ തന്നെ ഒരു പോണോ? എങ്ങോട്ടാ? ഓ, നമ്മൾ എങ്ങോട്ട് ചാടണം ഇല്ലേ? എൻ്റെ അമ്മ അയച്ചിട്ട് പാടാം. ഓ ചാത്തേ പറ്റത്തുള്ളൂ. നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി. ഓ ഇങ്ങനെ അപ്പത്തോടെ ആണോ? ഓക്കെ, ഇനിയും മണ്ടയ്ക്കോട്ട് പോകണോ? ഇവിടെ നീങ്ങോ കേട്ടോ. മണ്ടയ്ക്കോട്ട് പോകണമെന്നുണ്ട്. ഇവിടെ ആരോ കാണിക്കുന്നേ. ആളെ സെറ്റപ്പൊന്നുമില്ല. ഇല്ലേക്കൂടാന്ന് തോന്നുന്നു. ഞാൻ എന്നവിടെ കയറിയിട്ടുണ്ട്. അത് വീണ്ടും കയറണോ? നമ്മളിപ്പോൾ കയറി എങ്ങാണ്ടോട്ടോ പോവാണ്. ഓ, ഇനി മണ്ടയ്ക്കോട്ടോ. ഇനി അങ്ങനെ എത്ര പറ്റിയ? ഓ, എലിവേറ്റർ. ഓ, നമ്മൾ ഓണാക്കിയ ഒരാളത്തേക്ക് വാന പോവും. അടുത്ത വരുമ്പോൾ കയറും. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്.
നമ്മളാന്ന് തോന്നുന്നു ഫസ്റ്റ്. എനിക്കറിയത്തില്ല, ചിലപ്പം 2 ആൾക്കാർ പോയി കാണാൻ, ഞാൻ കാണാത്ത ആയിരിക്കും. കയറി 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 കണ്ടാം. ഇവിടെ വലിയൊരു ഓട്ടയുണ്ട്. ഇനി നല്ല കുഴപ്പം സീനില്ല. ചാടുക, തുറക്കുക. ഇനി എന്തുവാ? നമ്മൾ മുന്നേ ക്ലാസ് റൂമിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതെടുക്കാം. ഇതിവിടെ വെച്ച് ഓക്കെ. എനിക്ക് പറ്റുമോ? അത് പറ്റത്തില്ല. ഇത് വീണോ? ഇല്ല. നമുക്ക് അതിനെ ഉണ്ടെങ്കിൽ കൂടെ ഒരു ഇത് വെക്കും. എന്തിനു ഏണിമ വരെ? എനിക്ക് ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. പിന്നെ ഭയങ്കര ശബ്ദമാണല്ലോ. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെന്നിട്ട് എന്നിട്ട് ഇതെടുക്കാൻ പറ്റാത്ത എന്തോ റീസ്പോൺ. ചെക്ക് പോയിന്റ് ഉണ്ടോ? ഞാൻ കണ്ടില്ല. എന്താ എടുക്കാൻ പറ്റാത്ത? അപ്പം പറ്റി. റീസ്പോൺ ബൈ അൾട്ടിമേറ്റ് ബണ്ടിൽ. റോബക്സ് കൊടുക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, ഇതെടുത്തു, ഡ്രോപ്പ് ചെയ്തു. ഓക്കെ. ഇത് അങ്ങനെ തലയിരിച്ച് വേണം. എൻ്റെ മിസ്റ്റേക്ക്. പൊട്ടത്തരം കാണിക്കുന്നു ഞാൻ. ഇതാ ഒന്നുകൂടെ അങ്ങനെ കയറി നോക്കാം. ഇത് വീഡിയോ എടുക്കണ്ടല്ലോ. അത്രയ്ക്കായി. അങ്ങനെ ചെയ്തിട്ട് വേറെ കാര്യമുള്ളൂ. നമ്മൾ ഇപ്പുറത്ത് വന്നി. ഓക്കെ, നമ്മൾ ഇത്ര നമ്മൾ വേണ്ട കയറി. എൻ്റെ മോനെ സീൻസാണ്. ഓക്കെ. എന്തോ എല്ലാം ഒരേ കളറിരിക്കുന്നുണ്ട്. വഴി ഞാൻ തറയിലോട്ട്. ഇല്ല, അങ്ങനെ ടീച്ചർ ഇറങ്ങുന്നുണ്ട്, സാറ് ഇറങ്ങുന്നതിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തോ ഇനി ഇവിടെ വഴിയുണ്ടെന്ന് തോന്നല്ലോ. ഉണ്ട്. എന്തോ അയ്യോ അങ്ങനെ പുറകിലുണ്ട്. എന്തോ ഓക്കെ നമ്മൾ കീ എടുത്തിട്ടുണ്ട്. എന്തോ ഇന്ത്യ അങ്ങോട്ട് അലയില്ല. പോടാ, അങ്ങോട്ട് പോടാ. പോയാൻ എൻ്റെ മോൻ. നമ്മളൊരു പ്രോ സന്നിധാനം. അത് നമ്മളിപ്പം അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. പോടാ കളവാ. ഓടാനൊന്നും അറിയത്തില്ല. ചുമ്മാ വന്നേക്കുക. നമ്മുടെ ഒരു പ്രോ പ്ലെയർ തന്നെ. ഫസ്റ്റ് ട്രൈ. അതിനുകൊണ്ട് നിങ്ങളെ ലൈക്ക് അടി. ഫസ്റ്റ് ട്രൈ വേണ്ടി ലൈക്ക് അടി. ഫസ്റ്റ് ട്രൈ ആയ ലൈക്ക് അടിക്കണം. എന്തോ നമ്മൾ ഇച്ചിരി പുറത്തോട്ട് ഇങ്ങനെ ചെയ്യണം. നമ്മുടെ വീട്ടിൽ കയറി ഇനി എന്തുവാ? ഓക്കെ, നമുക്ക് പറ്റില്ല. ട്രാംപോളിൻ പോലെ. ഓക്കെ, നമ്മളിവിടെ എത്തി. എൻ്റെ മോനെ, നമ്മളൊരു പ്രോ തന്നെ. എന്താ പറയുമ്പോഴത്തെ എൻ്റെ മോനെ. ഇത് നമുക്ക് സിമ്പിൾ. നമ്മളെ മറ്റേ സിമ്പിൾ. ഇതൊക്കെ നമുക്ക് എന്തോ ഇച്ചിരി പാടുള്ളതാണ്. നമ്മൾക്ക് ഇച്ചിരി പ്രോയാ. പ്രോയാണ്. എന്നാലും ഒരു വട്ടം പ്രോയിനൊക്കെ എന്തുവാ? ഇതങ്ങനെ
എൻ്റെ വാക്കാണോ പോകുന്നുണ്ട്? ഇതെന്തോ ആ വീണ അവരുടെ നെറ്റ് പോയതിൻ്റെ വല്ലതായിരിക്കും. രണ്ട് പോകും. ഇതൊക്കെ സിമ്പിളല്ലേ കൊച്ചു ചെയ്തല്ലേ, ഞാൻ കാണിച്ചു തരാം. ഓ ഗോയ്സ്, ഇവിടെ ഒരു ഇൻവിസിബിൾ പിന്നെങ്ങനെ ആവശ്യം നടന്നു വന്നു. നമുക്ക് ഇതിലെ കൂടെ തന്നെ പോവാം. അതിന് വയ്യാത്തയാ. എന്തോ ഇവിടുന്ന് ഇതൊക്കെ സിമ്പിളാണ്. നമ്മളെന്നാലും ഇടയ്ക്കിടയ്ക്ക് വീഴണ്ടേ, അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തന്നത്. ആദ്യം ഇവിടെ വരണോ? നമുക്കിത് ഇപ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അന്നേരം അത് കടന്നിരിക്കുകയാണ്. ഇനി എന്തോ അതിനെ മണ്ടകൾ എടുക്കണം. സിമ്പിൾ നമ്മൾ നമുക്കതൊന്നും വലിയ ഒത്തിരി അല്ല. ഇതൊക്കെ സിമ്പിൾ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓടുക, ഇവിടെ വയ്ക്കുക, സാധനം അങ്ങോട്ട് പോവുക, ഓടുക. സിമ്പിൾ. ഇതൊക്കെ സിമ്പിൾ. ഇതെന്തുവാ? അതെന്താ? മനസ്സിലായി. നമ്മൾ ആ ബോക്സിൻ്റെ അവിടെ ചാടണം. ഇതൊക്കെ എളുപ്പം പോയി. ഇനി അത് പോയിട്ട് വരണം. എന്താ തിരിച്ചു വിളിക്കണോ? നമ്മൾ വീണ്ടും ചെയ്യണം. നമ്മൾ വീണ്ടും പോയി. ഒന്നുകൂടെ തിരിച്ച് വിളിക്കുക, വരിക, പോവുക. നമ്മൾ ഇച്ചിരി ഇന്നത്തെ പ്രാവശ്യം ബുദ്ധിപരമായിട്ട് കളിക്കണം. നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴേ ഓക്കെ സെറ്റ് പോയി. ബ്രോൾക്കൊക്കെ ഒരു വട്ടമൊക്കെ നമുക്ക് ഇച്ചിരി ചാടാം, എന്നിട്ട് അങ്ങോട്ട് ചാടാം. എടാ കിട്ടുന്നില്ല. പിന്നെ ആടൊന്നും കാണാൻ പറ്റില്ല. എന്താ ബഗ് കണ്ടാൻ തോന്നുന്നു. നെക്കിയിട്ട് ആടൊന്നും കാണുന്നില്ല. നമ്മളിവിടെ തന്നെ ഇരിക്കുക. നെക്കിയിട്ടു ആടും തേങ്ങയൊന്നും വരുന്നില്ല. അതെന്തോ ഉടായിപ്പാന്നാ തോന്നുന്നു. അമ്മേ, എത്ര തൊട്ട ഞാൻ ഈ വീഴുന്നേ. ഗെയിം ഇത്ര പാടാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്ര ദൂരത്തുണ്ട് വെച്ചത്. പിന്നെ എങ്ങനെയാടാ ഞങ്ങൾ ചാടി കിടക്കുന്നത്? ഏഷ്യം പേര് എൻ്റെ ഇടയ്ക്ക് അവൻ്റെ നാട്ട് പുറലാരെങ്കിലും ഉണ്ടോ? കൊള്ളാം കൈസ്, ആരുമില്ല. എല്ലാവരും പ്രോയാന്ന് തോന്നുന്നു. നമ്മൾ ന്യൂബായി കൈസ്. നമ്മൾ ന്യൂബായി. അപ്പോൾ ഞാൻ ചാടി കടന്നിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ. ഇപ്പോൾ നമ്മുടെ പവർ കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ മേടിക്കട്ടോ. പവർ കഴിഞ്ഞല്ലോ. ഇതെന്താ? ഗൈസ്, പവർ മേടിക്കാൻ പറ്റുന്നില്ല. റീസ്പോൺ അടിച്ച് ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. റീസ്പോൺ അടിച്ചു ഇനി നോക്കട്ടെ. പവർ വന്നില്ലല്ലോ. എന്താ? ആരിനൊരു കുറവ്. എൻ്റെ എനിക്കൊന്നും വേണ്ട. പക്ഷെ എന്തോ ചെയ്യാനെന്നത് എത്ര തൊട്ടേ കാണിക്കുന്നേ. ഇതെന്തോ ഇത്? ഓക്കെ കിട്ടി. എൻ്റെ അമ്മ ഇടി വെട്ടി. മിന്നൽ മുരളി നമ്മളിപ്പോൾ എത്ര വട്ടം വേണമെന്ന് അതൊക്കെ അറിയത്തില്ല.
ഞാൻ മാത്രമേ ഉള്ളൂ ഇതിന് വീഴുന്നത്, അതോ എല്ലാവരും ഇങ്ങനെ? അമർക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ. അമർക്കെ പോയി. ഇപ്പം വീണുകൊണ്ട് ശീലം, അതുകൊണ്ട് ദേഷ്യമൊന്നും വരുന്നില്ല. ആരും കളിക്കില്ല കേട്ടോ, പ്രാന്ത് പിടിക്കും. മൊത്തം പറയാമല്ലോ. പ്രത്യേകിച്ച് കീബോർഡിൽ കളിക്കുന്നവർ പ്രാന്ത് പിടിക്കും. അമ്മേ ദൈവമേ, ഈ വട്ടയിൽ കിട്ടണേ. നമ്മൾ മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അവിടെ നിന്ന് ഇനി ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട്. നമ്മളുടെ പകുതി പോലും എത്തിയിട്ടില്ല. പവർ ചെറിയ കൂടിപ്പോയോ എന്ന് സംശയം. കിട്ടുന്നില്ല ഗായ്സ്, കിട്ടുന്നില്ലല്ലോ. ഓ, എത്ര തൊട്ടാ വീഴുന്നേ. നീ കളി ഉണ്ടാക്കിയ മുടിഞ്ഞു. ഇത്ര പാടാക്കി തന്നിരിക്കുന്നത്. ആദ്യമൊക്കെ എളുപ്പമായിരുന്നു. ഓ, തീ വീണ്ടും പോയി. ഈ വട്ടം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വീണ്ടും പോയടേ. നശിച്ച കളിയൊക്കെ കൊണ്ട്. ഇത്ര വെട്ടാ വീഴുന്നേ. ഓ, പവറായിരുന്നു. ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. ചില സമയത്ത് നമുക്ക് റീസ്പോൺ അടിക്കേണ്ടി വരും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരുത്തം വന്നു, കൂട്ടിന് വന്നു. തലക്കൊന്ന് എഴുതുന്നു. ഞാനിപ്പോൾ വരും ഇവിടെ, കണ്ടോണേ. അകത്ത് വന്നിട്ട് ഇരുന്ന് ഞാൻ ചെയ്യണം. ഞാൻ പോയോ? വന്നു. ഇടിവെട്ടി. അയ്യോ, മിന്നൽ മുരളി. ഒറ്റ സ്ട്രെച്ചിന് പോകാനുള്ള ഞാൻ തോന്നുന്നു കേട്ടോ. ഇത് ഒറ്റ സ്ട്രെച്ചിന് പോകാനുള്ളതാണേ. എനിക്ക് കിട്ടി. ഇത് നിർത്തരുത്. നിർത്താൻ വേണം. ഒറ്റ സ്ട്രെച്ചിന് പോയപ്പോൾ ഉണ്ടോ അവിടെ എത്തിയത്. ടൈമിംഗ് ഉണ്ട് ചാടുന്നതിനകത്ത്. ഒക്കെ നമ്മൾ പകുതി എത്തി. അവിടെ കൂടെ പോയി. നോക്കണേ, ഒറ്റ സ്ട്രെച്ചിന് പോകാനാണിത്. ഓ, പോയി ശരിയാ. ഒറ്റ സ്ട്രെച്ചിന് പോയി. ഒറ്റ സ്ട്രെച്ചിന് പോയി. ഓ, ഷിറ്റ്. ഈ വട്ടം ചെന്നിരിക്കും. ഓ, ചെല്ലാൻ വേണ്ടി പവണമില്ല. എന്താ പല ബഗ് വല്ലതും ആണോ? റീസ്പോ അടിച്ചാൽ മാത്രം സാധനം കിട്ടത്തുള്ളെന്ന്. എനിക്കത് കിട്ടുന്നില്ല. പകരാം. കുട്ടിയുടെ ഇടിവെട്ടി. ഇന്നൽ പകരാം. ഓക്കെ, നമ്മൾ ഇത്ര എത്തി. ഓക്കെ, നമ്മൾ ഇനി ഇത്ര എത്തി. ഇവിടെ കഴിഞ്ഞത് എഴുതുന്നപ്പോഴും തീരത്തില്ല ഇതൊന്നും. എൻ്റെ പൊന്നെ, ഇതെന്തോ ഇത് ഇപ്പോഴൊന്നും തീരത്തില്ല കേട്ടാ. ഇവിടെ നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. ഓ, ജസ്റ്റ് മിസ്സിനാണ് വന്നത് ഇവിടെ. നമ്മുടെ ചെക്ക് പോയിന്റ് ഇല്ലേ കൈസ കാണുന്നേ. ഓ, ഇതാ മെയിൻ ഹാള്. ഇതെന്താ ഇവിടെ അതൊരു പച്ച നിറം വന്നു പെട്ടെന്ന് ഇവിടെ അങ്ങനെയാണ്. ഇങ്ങനെ ഇവിടെ കാറ് വെച്ചായിരുന്നു. മുന്നേ ഇവിടെ സൈക്കിൾ എടുത്താണ്ട്. നമ്മൾ കയറണോ? നമ്മൾ റേസ് ആട്ടോ. അങ്ങനെ പോയി. ഓണ്ട് അങ്ങനെ കള ഫ്രണ്ടിൽ പോയി സെക്കൻഡാന്ന്. ഉണ്ട് ഇനി അങ്ങനെ വന്നില്ലേ. സ്പീഡ്.
തല്ലി തുറക്കടോ അതല്ല. ഇവിടെ കാറിൻ്റെ സ്പീഡ് വരാം. താൻ പോടോ. ഇവിടെ തെള്ളില്ല, ഞാൻ കണ്ടോ. തമ്പടോ എനിക്കത് ആ കിടത്തിയോള ആ എന്തുവാ. അയ്യോ എനിക്ക് പറ്റുന്നില്ല. അയ്യോ അങ്ങനെ എൻ്റെ കാർ നശിപ്പിച്ച്. അയ്യോ എനിക്ക് പറ്റുന്നില്ല. ആ കള്ളക്കളി കേട്ടോ, അതെന്താ കള്ളക്കളി പറ്റിയ കേട്ടോ. യു ലൂസ് എന്ന് അങ്ങനെ കാലുമല്ലേ പൊളിച്ചാ. എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു മുന്നേ. എന്തോ തേങ്ങ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ പാർട്ട് 2 വേണമെങ്കിൽ അടി യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, വേണ്ടെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പാർട്ട് 2 ഓൾറെഡി എടുത്ത റെക്കോർഡാണ് ഇത്. നമ്മൾ നേരത്തെ എടുത്തച്ച വീഡിയോയുടെ റെക്കോർഡിങ്ങാണ് നിങ്ങൾ കാണുന്നത്. ചുമ്മാ അതെന്താണെന്ന് അറിയത്തില്ല. മുന്നേ എൻ്റെ കാറ് പോയി. കാർ എന്താണെന്നാ മുന്നേ പോയി. അങ്ങനെ നിൽക്കുന്നുണ്ടോ, എണ്ണീറ്റ് നിന്നാണോ ആറോടിക്കുന്നത്. അപ്പം പിന്നെ പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ യൂട്യൂബിലെ ഒരു വീഡിയോയുടെ വ്യൂവേഴ്സാണ് 315 അത്രയും കൂടി വ്യൂവേഴ്സുണ്ട്. അതിനകത്ത് എനിക്ക് ലൈക്ക് കിട്ടിയിരിക്കുന്നത് 3 എണ്ണമാണ്. ആ 315 പേര് എനിക്ക് ലൈക്കും സബ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് ലൈക്കും സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ലൈക്കും സബ് ചെയ്യാം. 315 പേര് ലൈക്കും സബ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു. 315 പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ ലൈക്കും സബ് ചെയ്തിട്ടില്ല. 3 ലൈക്ക്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത എന്താ? ഒന്ന് ലൈക്ക് അടി. അപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ പിന്നെ കഴിഞ്ഞ വട്ടം ഞാൻ ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അയാളെ നമ്മുടെ എല്ലാ വീഡിയോക്കകത്തും കൊണ്ടുവരുമോ സബ്സ്ക്രൈബറിനെ. അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ പേരിട്ട എല്ലാ വീഡിയോയിലും അങ്ങനെ കൊണ്ടുവരുന്നു പറഞ്ഞുതരാം. പക്ഷേ ഞാൻ കമൻറ്റ് സെക്ഷൻ നിർഭാഗ്യവശാൽ ഓൺ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ക്ഷമിക്കുന്നു എന്നല്ല, ക്ഷമ ചോദിക്കുന്നു. പിന്നെ അപ്പം എല്ലാവരും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്തോണേ.